KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. IS സയനിസ്റ്റ് സാമ്രാജ്യത്വ സൃഷ്ടിയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. IS വളർച്ചയ്ക്ക് കാരണം ഇറാഖ് അധിനിവേശമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. ഓൺലൈൻ പെൺവാണിഭത്തിന് പിന്നിൽ വൻ ശൃംഖലയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ കൈമാറുകയോ വിൽക്കുകയോ ചെയ്യരുതെന്ന് ദുബായ് പോലീസ്. ഇരട്ട പൌരത്വം തെളിയിക്കാൻ BJPക്ക് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി. അപകടകാരികളായ നായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീം കോടതി. കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. SSF മലപ്പുറം ജില്ലാ സമ്മേളനം നാളെ 100 മസ്ജിദുകളിൽ സന്ദേശ പ്രഭാഷണങ്ങൾ. IPB ബുക്ക് ഫെയർ നാളെ തുടങ്ങും. സംസ്ഥാനത്തെ പ്രഥമ യുനാനി മെഡിക്കൽ കോളേജായ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് ധന്യമായ തുടക്കം. കേരളത്തിലെയും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെയും പൂർവ്വ വിദ്യാർത്ഥികളെ ഏകോപിപ്പിക്കുന്നതിന് മർക്കസ് അലുംനി ജില്ലാതല ചാപ്റ്ററുകൾ രൂപീകരിക്കുന്നു. പ്രകടനത്തിലേക്ക് ബൈക്കോടിച്ച് കയറ്റിയ സംഭവം. ചേളാരി നേതാവ് അറസ്റ്റിൽ. ബായാർ മുജമ്മ സ്വലാത്ത് മജ്ലിസും ഹുബ് റസൂൽ ക്യാമ്പയിൻ പ്രഖ്യാപനവും നാളെ. വാർത്തകൾ വിശദമായി. IS വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയവും ആക്രമണങ്ങളും ഇസ്ലാമികമായി ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്നും സാമ്രാജ്യത്വ സയനിസ്റ്റ് ശക്തികളാണ് IS സൃഷ്ടിക്ക് പിന്നിലെന്നും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മാർക്സിസ്റ്റ് സ്റ്റുഡന്റ്സ് യൂണിയൻ ഇഹ്യാ സുന്ന കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IS ഭീകരതയ്ക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ഉസ്താദ് പറഞ്ഞു. സെമിനാറിൽ മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് വിഷയാവതരണം നടത്തി. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, KT കുഞ്ഞിക്കണ്ണൻ, കാസിം ഇരിക്കൂർ, CK അബ്ദുൽ അസീസ്, ഡോക്ടർ TK അബ്ദുറസാഖ്, N അലി അബ്ദുള്ള, മുഹമ്മദ് അലി കിനാലൂർ സംസാരിച്ചു. തനിക്ക് ഇരട്ട പൌരത്വമുണ്ടെന്ന ആരോപണം തെളിയിക്കാൻ BJPക്ക് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി. ഏത് ഉന്നത ഏജൻസിയെ വെച്ചുകൊണ്ടുള്ള അന്വേഷണം നേരിടാനും താൻ തയ്യാറാണ്. തെളിയിച്ചാൽ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാണ്. BJP RSS നേതൃത്വമാണ് തനിക്കെതിരായ ആരോപണത്തിന് പിന്നിലുള്ളത്. ഇത്തരം ആരോപണങ്ങൾ കൊണ്ടൊന്നും RSS വിരുദ്ധ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും രാഹുൽ പറഞ്ഞു. BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇരട്ട പൌരത്വ ആരോപണവുമായി രംഗത്തുവന്നത്. രാഹുൽ ഗാന്ധി ആദായ നികുതി അടച്ച രേഖയാണ് സുബ്രഹ്മണ്യം സ്വാമി തെളിവായി കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഈ രേഖകളിലും ചില അവ്യക്തതകളുണ്ടെന്നാണ് പുതിയ വിവരം. ഓൺലൈൻ പെൺവാണിഭത്തിന് പിന്നിൽ വൻ ശൃംഖലയുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചുംബന സമരത്തെ പെൺവാണിഭത്തിന് മറയാക്കിയോയെന്ന് അന്വേഷിക്കും. സമരത്തിന്റെ ഭാഗമായവർ ഇത്തരക്കാരാണ് എന്ന് കരുതുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതിന്റെ അന്വേഷണം ഇനിയും മുന്നോട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇത് ഒരു വലിയ ശൃംഖലയാണ്. പ്രധാന കണ്ണികളൊക്കെ ചുംബന സമരം പോലെയുള്ള സമരങ്ങളുടെ മുൻപന്തിയിൽ നിന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ അവിഹിതമായ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഏത് വഴിയും സ്വീകരിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. അതേസമയം ഓൺലൈൻ പെൺവാണിഭം നടത്തിയത് സർക്കാർ പദ്ധതിയുടെ മറവിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഏജന്റുമാരെന്ന വ്യാജേന പരസ്യങ്ങൾ നൽകിയാണ് ഇരകളെ വീഴ്ത്തിയത്. കോട്ടയം സ്വദേശിനി ലിനീഷ് മാത്യുവും രാഹുൽ പശുപാലനുമാണ് നേതൃത്വം നൽകിയത്. അപേക്ഷിച്ച പെൺകുട്ടികളെ ലിനീഷ് കൊച്ചിയിലെത്തിച്ച് പശുപാലന് കൈമാറുകയായിരുന്നു. ചതിയിൽപ്പെടുന്ന പെൺകുട്ടികളെ സംഘം ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തി. വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി. ഓൺലൈൻ പെൺവാണിഭ സംഘത്തെ കുടുക്കാൻ സൈബർ പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ ബിഗ് ഡാഡിയിൽ 12 അംഗ സംഘമാണ് പിടിയിലായത്. ചുംബന സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന രാഹുൽ പശുപാലൻ, ഭാര്യ രശ്മി R നായർ ഉൾപ്പെടെയുള്ളവരെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായതിൽ 6 പേർ പെൺവാണിഭത്തിന്റെ മുൻനിര കണ്ണികളാണ്. മറ്റുള്ളവർ ഫേസ്ബുക്കിലൂടെ ഉപഭോക്താക്കളെ വലവീശുന്ന സംഘവും. അപകടകാരികളായ നായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീം കോടതി. കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ല.
മൃഗസംരക്ഷണ ചട്ടം കർശനമായി പാലിച്ച് അപകടകാരികളായ നായ്ക്കളെ കൊല്ലാൻ സുപ്രീം കോടതി അനുമതി നൽകി. അപകടകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയ കേരള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. മനുഷ്യജീവനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. എന്നാൽ നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ല. തെരുവു നായ്ക്കളുടെ ജനന നിയന്ത്രണത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യം തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കണം. നിയമം നടപ്പാക്കാത്തതാണ് തെരുവുനായ ശല്യം കൂടാൻ കാരണമെന്ന് കോടതി നിരീക്ഷിച്ചു. ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അന്തിമ വിധി വരും വരെ ഹൈക്കോടതികൾ തെരുവു നായ്ക്കളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയോ ഉത്തരവ് പുറപ്പെടുവിക്കുകയോ ചെയ്യരുതെന്നും നിർദ്ദേശിച്ചു. നായ്ക്കളോട് അനുകമ്പ വേണമെന്നും വിവേചനരഹിതമായി അവയെ കൊല്ലരുതെന്നുമുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം നായ്ക്കളുടെ കടിയിൽ നിന്ന് മനുഷ്യർക്ക് സംരക്ഷണം നൽകാൻ അധികൃതർക്ക് ബാധ്യതയുണ്ടെന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയുന്നതിനുള്ള 1960 നിയമത്തിൽ 2001 കൊണ്ടുവന്ന ചട്ടപ്രകാരം തെരുവു നായ്ക്കൾക്ക് ആവശ്യമായ വാസസ്ഥലങ്ങളും കുളങ്ങളും അവയെ കൊണ്ടുപോകുന്നതിനുള്ള വാഹന സൗകര്യങ്ങളും ഒരുക്കാനും കുത്തിവെപ്പ് അടക്കമുള്ളവ നടത്താനും ബാധ്യതയുണ്ട്. അതേ നിയമത്തിൽ തന്നെ ശല്യക്കാരായ നായ്ക്കളെ നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തവും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തെരുവു നായ്ക്കളെ സംബന്ധിച്ച സത്യവാങ്മൂലം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ISISന്റെ വളർച്ചയ്ക്ക് പിന്നിൽ മുൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് നടത്തിയ ഇറാഖ് അധിനിവേശമാണെന്ന കുറ്റപ്പെടുത്തലുമായി US പ്രസിഡന്റ് ബറാക് ഒബാമ. പ്രമുഖ വാർത്താ ഏജൻസിയായ വൈസ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇറാഖിൽ ബുഷ് നടത്തിയ കടന്നുകയറ്റമാണ് ഇസിലിന്റെ വളർച്ചയ്ക്ക് കാരണമായതെന്ന നിർണായക പരാമർശം ഒബാമ നടത്തിയത്. ഇറാഖിലെ നടപടികളോടുള്ള വിദ്വേഷം മുതലെടുത്ത് രൂപീകരിക്കപ്പെട്ട ഇസിലിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ ഭീകരവാദമാണ് സിറിയയിലും വളർന്നുവരുന്നത്. സൈനികരുടെയും തട്ടിക്കൊണ്ടുപോയവരുടെയും ശിരച്ഛേദം ചെയ്യുക, പൊതുജനങ്ങളെ നിഷ്ഠൂരം വധിക്കുക, സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ലൈംഗിക ചൂഷണം നടത്തുക തുടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്ത പൈശാചിക കൃത്യങ്ങളാണ് ഇസിൽ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തിട്ടും ഇസ്ലാമിക ഖിലാഫത്താണ് ഞങ്ങൾ നടപ്പിലാക്കുന്നതെന്ന ഇസിൽ വാദം അപഹാസ്യമാണെന്നും ഒബാമ പറഞ്ഞു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നത് അൽ-ഖായിദയുടെ പരിണാമമാണ്. ഇറാഖിലെ ആസൂത്രണമില്ലാത്ത നശീകരണത്തിന്റെ പരിണിത ഫലമാണ് ഇസിൽ. വെടിയുതിർക്കുന്നതിനു മുമ്പ് ലക്ഷ്യം ഉറപ്പിച്ചിരിക്കണം എന്ന് ഒബാമ ബുഷിനെ ഓർമ്മിപ്പിച്ചു. എങ്കിലും ഇറാഖിലെയും മറ്റും അരക്ഷിതാവസ്ഥ തുടർന്നു കൊണ്ടുപോകാനും ലോകത്തെ ഭീതിയുടെ മുനയിൽ നിർത്തി വിലപേശാനും ഇസിലിനെ അനുവദിക്കില്ലെന്നും ഒബാമ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന സവൻറേഡ് കോയ്സ് റോഡിൽ വെടിവെപ്പ്. ഇവിടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ തോക്കിൽ നിന്നാണ് വെടിയുതിർന്നത്. മീഡിയ പാർക്കിംഗ് ബേക്ക് എതിർവശത്ത് ഇന്നലെ രാത്രി 8:30 സംഭവം. ജവാന്റെ കയ്യിലുള്ള തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയുതിരുകയായിരുന്നുവെന്ന് ഡൽഹി പോലീസ് വൃത്തങ്ങൾ വിശദീകരിച്ചു. സംഭവത്തിൽ ആർക്കും പരുക്കില്ല. ഡൽഹി പോലീസും ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് അന്വേഷണം ആരംഭിച്ചു. തോക്കിന്റെ സാങ്കേതിക തകരാറാണ് വെടിപൊട്ടാൻ കാരണമായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ കൈമാറുകയോ വിൽക്കുകയോ ചെയ്യരുതെന്ന് ദുബായ് പോലീസ് ആവശ്യപ്പെട്ടു. മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ചിത്രങ്ങളും ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതിലൂടെ ഇല്ലാതാവുന്ന ചിത്രങ്ങളുമെല്ലാം തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ആപ്പുകളും പ്രോഗ്രാമുകളും നിലവിലുള്ളതിനാലാണ് പോലീസ് ഇത്തരം ഒരു ഉപദേശം നൽകുന്നത്. സ്വകാര്യതയുടെ ഭാഗമായ ചിത്രങ്ങൾ പലരുടെയും മൊബൈലിൽ സർവ്വസാധാരണമായതാണ് ഇത്തരം ഒരു അഭ്യർത്ഥന നടത്താൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നതെന്ന് ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി വിഭാഗം തലവൻ ലഫ്റ്റനന്റ് കേണൽ അഹമ്മദ് മത്തർ അൽ മുഹൈരി പറഞ്ഞു. ഇപ്പോൾ ഇത്തരം ചിത്രങ്ങൾ തിരിച്ചെടുക്കാവുന്ന നിരവധി പ്രോഗ്രാമുകളാണ് ലഭ്യമായിരിക്കുന്നത്. കുടുംബത്തിന്റെയും വ്യക്തിപരമായതുമായ ചിത്രങ്ങൾ പല രീതിയിലും ദുരുപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് മുൻനിർത്തിയാണ് പോലീസ് ഇത്തരം ഒരു ഉപദേശം നൽകുന്നത്. ചിത്രങ്ങൾക്കൊപ്പം വീഡിയോകളും തിരിച്ചെടുക്കാനാവുമെന്ന് മറന്നുകൂടാ. പലരും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും തിരിച്ചെടുക്കുന്നവരിൽ നിന്ന് ബ്ലാക്ക് മെയിലിംഗ് നേരിടുന്നതും പതിവായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. പ്രബുദ്ധ വിദ്യാർത്ഥികളെ, നിങ്ങളെ കാത്തിരിക്കും നീ കൊടികൾ, പ്രതീക്ഷ കത്തും ഹൃദയങ്ങൾക്കായി സർഗ വിപ്ലവ ജൈവിളികൾ. പ്രബുദ്ധ വിദ്യാർത്ഥികളെ, നിങ്ങളെ കാത്തിരിക്കും നീ കൊടികൾ, പ്രതീക്ഷ കത്തും ഹൃദയങ്ങൾക്കായി സർഗ വിപ്ലവ ജൈവിളികൾ. നേരിനെ സ്നേഹിക്കുന്നോർക്കായി നിറസ്വാഗതമീ കൈവഴി, നേടിയെടുക്കാൻ പുതിയൊരു ലോകം ധാർമ്മിക വിപ്ലവ ഭൂമികയിൽ.
RSC UAE നാഷണൽ സാഹിത്യോത്സവ് ഷാർജയിൽ മാപ്പിളപ്പാട്ട്, ദഫ്മുട്ട്, മദ്ഹ് ഗാനം, മാലപ്പാട്ട്, കഥാ കവിതാ രചന തുടങ്ങി 40 കലാ ഇനങ്ങളിൽ 500-ലേറെ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന RSC 7ാമത് ദേശീയ കലാമാമാങ്കത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വരിക, സർഗവസന്തം ആസ്വദിക്കാൻ കുടുംബത്തോടൊപ്പം. നവംബർ 20 വെള്ളിയാഴ്ച ഷാർജ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക്. വിവരങ്ങൾക്ക് 055-8268-375. നമ്പർ ഒരിക്കൽ കൂടി 055-8268-375. കയറിയ കലാലയങ്ങളിൽ അനീതി വാഴുന്നു. കറുപ്പുകുത്തിയ കാലം നമ്മെ തുറിച്ചു നോക്കുന്നു. തിരുത്തെഴുത്തിൻ പതാകയേന്തി പടർന്നു കേറുക നാം. വിശുദ്ധ ധാർമ്മിക മുദ്രാവാക്യം ധീരമുയർത്തുക നാം. ധീരമുയർത്തുക നാം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സംസ്ഥാനത്തെ പ്രഥമ യുനാനി മെഡിക്കൽ കോളേജായ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് ധന്യമായ തുടക്കം. പുതുപ്പാടിയിലെ താത്കാലിക ക്യാമ്പസിൽ 51 വിദ്യാർത്ഥികളുമായാണ് പ്രഥമ ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. അധ്യയനാരംഭം മർക്കസ് നോളജ് സിറ്റി ചെയർമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. മർക്കസിന്റെ ബഹുമുഖ പദ്ധതിയായ നോളജ് സിറ്റിയുടെ ഭാഗമായി ആരംഭിക്കുന്ന യുനാനി മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മർക്കസ് മെഡിക്കൽ കോളേജിനെ രാജ്യത്തെ ഏറ്റവും മികച്ച യുനാനി മെഡിക്കൽ കോളേജായി ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രാർത്ഥന നടത്തി. പ്രിൻസിപ്പൽ പ്രൊഫസർ ഹാറൂൺ റഷീദ് മൻസൂരി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ, യുനാനി മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ അജ്മൽ, കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ UK ഷെരീഫ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അമീർ MA, അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി, EV അബ്ദുറഹ്മാൻ, MK ഷൌക്കത്ത് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. മർക്കസ് ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് സ്വാഗതവും മർക്കസ് AGM ഉനൈസ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു. മർക്കസ് നോളജ് സിറ്റിയുടെ ഭാഗമായി പ്രവർത്തനമാരംഭിക്കുന്ന 2ാമത്തെ പ്രൊഫഷണൽ കോളേജാണിത്. ഈ അധ്യയന വർഷം തന്നെ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് നോളജ് സിറ്റിയിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. മർക്കസിന്റെ കീഴിൽ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെയും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മർക്കസ് ഓഫ് ക്യാമ്പസുകളിലെയും 1 ലക്ഷത്തോളം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ ആരംഭിക്കുന്നതിനുവേണ്ടി വിപുലമായ രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന മർക്കസ് അലുമിനി കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിൽ നവംബർ 29 മുതൽ ഡിസംബർ 12 വരെ അതാത് ജില്ലകളിൽ താമസിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലാതല സംഗമം നടത്തുവാൻ മർക്കസിൽ ചേർന്ന മർക്കസ് അലുമിനി എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. ജില്ലാ കോർഡിനേറ്റർമാരായി മൂസ ഇരിങ്ങണ്ണൂർ കാസർഗോഡ്, ഉനൈസ് കണ്ണൂർ, ഉബൈദലി കാക്കവയൽ വയനാട്, CK മുഹമ്മദ് കോഴിക്കോട്, സ്വാദിഖ് മലപ്പുറം, ഡോക്ടർ അബൂബക്കർ പത്തംകുളം പാലക്കാട് എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു. ജനുവരി 2ാം വാരം മർക്കസ് അലുമിനി ലോഞ്ചിംഗ് വിപുലമായ പരിപാടികളോടെ കോഴിക്കോടും അലുമിനി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കുള്ള 2 ദിവസത്തെ പഠന ക്യാമ്പ് വയനാട്ടിലും സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. ലോകവ്യാപകമായി അലുമിനി ഹോസ്റ്റലുകൾ, രാജ്യത്തിനകത്തും പുറത്തുമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങൾ, അലുമിനി ലോയൽറ്റി പ്രോഗ്രാം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. യോഗത്തിൽ ചെയർമാൻ സൈനുൽ ആബിദീൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ അബ്ദുറഹ്മാൻ എടക്കുനി, കോർഡിനേറ്റർ അക്ബർ ബാദഷാ സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. SSF മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പള്ളികളിൽ പ്രഭാഷണങ്ങൾ നടക്കും. ജുമുഅക്ക് ശേഷവും മഗ്രിബ് നിസ്കാര ശേഷവുമാണ് പ്രഭാഷണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിലാണ് സന്ദേശ പ്രഭാഷണം നടക്കുക. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വി അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, വി ഇബ്രാഹിം ബാക്കവി മേൽമുറി, NM സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി, മുഹമ്മദ് ഷെരീഫ് നിസാമി മഞ്ചേരി, ദുൽഫക്കാർ അലി സഖാഫി മേൽമുറി, സയ്യിദ് മുർത്തള ശിഹാബ് തങ്ങൾ, സയ്യിദ് ജാഫർ തുറാബ് തങ്ങൾ തുടങ്ങി പ്രമുഖർ ജില്ലയിലെ പ്രധാന ജുമാ മസ്ജിദുകളിൽ പ്രഭാഷണം നടത്തും. SSF മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ IPB-യുടെ ബുക്ക് ഫെയർ നാളെ തുടങ്ങും. ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളന നഗരിയായ ഐലൻഡ് പോയിന്റിനു സമീപമാണ് ബുക്ക് ഫെയർ ക്രമീകരിക്കുന്നത്. റീഡ് പ്രസ്, DC ബുക്സ്, കറന്റ് ബുക്സ്, മാതൃഭൂമി, ഒലീവ്, പൂങ്കാവനം തുടങ്ങിയ പ്രസാധകരുടെ പുസ്തകങ്ങൾ ലഭ്യമാകും. ബുക്ക് ഫെയർ റിസാല വാരിക മുൻ ജനറൽ മാനേജർ K മുഹമ്മദ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ P ഇബ്രാഹിം ബാക്കവി മേൽമുറി അധ്യക്ഷത വഹിക്കും. SSF ജില്ലാ പ്രസിഡന്റ് M ദുൽഫക്കാർ അലി സഖാഫി, ജനറൽ സെക്രട്ടറി M അബ്ദുറഹ്മാൻ, MK മുഹമ്മദ് സഫ്വാൻ തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും.
പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന ബായാർ മുജമ്മ മാസാന്ത സ്വലാത്ത് മജ്ലിസും വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ആചരിക്കുന്ന ഹുബ്ബ് റസൂൽ ക്യാമ്പയിനിന്റെ പ്രഖ്യാപനവും നാളെ മുജമ്മയിൽ വെച്ച് നടക്കും. മഗ്‌രിബ് നിസ്കാരാനന്തരം നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറാംഗം ഷെയ്ഖുന അബ്ബാസ് മുസ്ലിയാർ അൽ മദീന ക്യാമ്പയിൻ പ്രഖ്യാപനം നടത്തും. ബായാർ മുജമ്മ സാരഥി അസയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ അൽ ബുഖാരി സ്വലാത്ത് മജ്ലിസിനും കൂട്ടുപ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകും. പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ അലവി സഖാഫി കൊളത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തും. ബായാർ അബ്ദുള്ള മുസ്ലിയാർ, അബ്ബാസ് മുസ്ലിയാർ, സി അബ്ദുള്ള മുസ്ലിയാർ, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സൂഫി മദനി കന്തൽ, അഷ്റഫ് സൈദി ആരിക്കാടി, അബ്ദുറഹ്മാൻ സഖാഫി ചിപ്പാർ തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. മഅദിൻ അക്കാദമിക്ക് കീഴിൽ പ്രവർത്തിച്ചുവരുന്ന കേന്ദ്ര സർവകലാശാലയായ ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ വിദൂര പഠന വിഭാഗത്തിൽ UGC അംഗീകൃത ഡിഗ്രി PG കോഴ്സുകളിലേക്ക് അപേക്ഷ നൽകുന്നതിനുള്ള തീയതി നവംബർ 25 വരെ നീട്ടിയതായി സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447471761 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒതുക്കുങ്ങൽ ഇഹ്യാഉസ്സുന്ന മീലാദ് സമ്മേളനം ജനുവരി 1, 2, 3 തീയതികളിൽ നടക്കും. പകര മുഹമ്മദ് അഹ്സനി, ദേവർശോല അബ്ദുസലാം മുസ്ലിയാർ എന്നിവർ ആദ്യ 2 ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും. 3-ന് മൗലിദ് പാരായണം, മുതഅല്ലിം സമ്മേളനം, അഹ്സനി മീറ്റ്, മീലാദ് റാലി, പൊതുസമ്മേളനം എന്നിവ നടക്കും. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ പ്രസംഗിക്കും. പ്രകടനത്തിലേക്ക് ബൈക്കോടിച്ചു കയറ്റിയ സംഭവം ചേളാരി നേതാവ് അറസ്റ്റിൽ. കോഴിക്കോട് കിഴക്കോത്ത് പഞ്ചായത്തിലെ പന്നൂരിൽ വാർഡ് അംഗത്തിന്റെ പര്യടനത്തിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റി സംഘർഷം സൃഷ്ടിച്ച സംഭവത്തിൽ ചേളാരി വിഭാഗം നേതാവ് അറസ്റ്റിൽ. ചേളാരി വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗവും യൂത്ത് ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രായൻകണ്ടിയിൽ ഫാറൂഖിനെയാണ് കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട LDFിലെ ജാഫർ അഷ്റഫിന്റെ പര്യടനം സമാപനത്തിനായി പന്നൂർ അങ്ങാടിയിലെത്തിയപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകൻ പ്രകടനത്തിലേക്ക് ബൈക്ക് ഓടിച്ച് കയറ്റുകയായിരുന്നു. ഇതോടെ സമീപത്ത് കൂടി നിന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ കൂട്ടത്തോടെ പ്രകടനത്തിലേക്ക് ഇരച്ചു കയറിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മഹല്ല് കുടുംബസംഗമം എന്ന പേരിൽ പന്നൂർ മഹല്ല് കമ്മിറ്റിക്ക് കീഴിലെ അൻവാറുൽ ഇസ്ലാം മദ്രസയിൽ ഒരു വിഭാഗം നടത്താനിരുന്ന പരിപാടി RDO ഇടപെട്ട് തടഞ്ഞിരുന്നു. എന്നാൽ മദ്രസ മുറ്റത്ത് മൈക്ക് ഉപയോഗിച്ച് പ്രസംഗം ആരംഭിക്കുകയും ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനെത്തിയവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. IPC 308 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം അന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിരുന്നില്ല. വീണ്ടും സംഘർഷം സൃഷ്ടിച്ചതോടെയാണ് ആദ്യത്തെ കേസിലും പ്രതിയായ ഫാറൂഖിനെ അറസ്റ്റ് ചെയ്തത്. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, കോഴിക്കോട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. IS സയനിസ്റ്റ് സാമ്രാജ്യത്വ സൃഷ്ടിയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. IS വളർച്ചയ്ക്ക് കാരണം ഇറാഖ് അധിനിവേശമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. കേരളത്തിലെയും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെയും പൂർവ്വ വിദ്യാർത്ഥികളെ ഏകോപിപ്പിക്കുന്നതിന് മർക്കസ് അലുംനി ജില്ലാതല ചാപ്റ്ററുകൾ രൂപീകരിക്കുന്നു. ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ കൈമാറുകയോ വിൽക്കുകയോ ചെയ്യരുതെന്ന് ദുബായ് പോലീസ്. ഓൺലൈൻ പെൺവാണിഭത്തിന് പിന്നിൽ വൻ ശൃംഖലയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SSF മലപ്പുറം ജില്ലാ സമ്മേളനം നാളെ 100 മസ്ജിദുകളിൽ സന്ദേശ പ്രഭാഷണങ്ങൾ. IPB ബുക്ക് ഫെയർ നാളെ തുടങ്ങും. പ്രകടനത്തിലേക്ക് ബൈക്കോടിച്ച് കയറ്റിയ സംഭവം ചേളാരി നേതാവ് അറസ്റ്റിൽ. സംസ്ഥാനത്തെ പ്രഥമ യുനാനി മെഡിക്കൽ കോളേജായ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് ധന്യമായ തുടക്കം. ബായാർ മുജമ്മ സ്വലാത്ത് മജ്ലിസും ഹുബ്ബ് റസൂൽ ക്യാമ്പയിൻ പ്രഖ്യാപനവും നാളെ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.